ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ ഫോർക്ക് അഴിച്ചിട്ട് ആ 2 ഇഞ്ചിൻ്റെ പൈപ്പ് ഇത് കയറുമെന്ന് നോക്കിയതിന് ശേഷം നമ്മളവിടെ സെറ്റിങ്ങിൻ്റെ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. 2 ഇഞ്ചിൻ്റെ പൈപ്പാണ്. കണ്ടോ, ഫ്രീ ആയിട്ട് പോകുന്നു. ഇതാണ് വർക്ക്. ഗൈസ്, നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേളിൽ വരുന്ന കപ്ലിങ്ങാണ്. ഓക്കെ, ഇത് പാതിയിട്ട് കട്ട് ചെയ്യുന്ന ഞാൻ ഒറ്റ സെറ്റായിട്ട് ചെയ്യാൻ നോക്കിയാണ്. പക്ഷേ നമുക്ക് ഈ ഫോർക്ക് അകത്തോട്ട് തള്ളിക്കയറ്റാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിന് ഇതും കട്ട് ചെയ്തെടുക്കണം. നമ്മൾ 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസുണ്ട്. ഇത് നേരത്തെ കട്ട് ചെയ്തത്, ഇപ്പം കട്ട് ചെയ്തത്. ഒരളവാണ് നോക്കാം. ഒരളവാണ് ഉണ്ടോ, ഒരളവ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യണം. നമ്മൾ ഡ്രിൽ ചെയ്യാൻ നേരത്ത് ആദ്യം ചെറിയ ബിറ്റിട്ടാണ് ആദ്യം ഡ്രിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ചുറ്റി അടിക്കും. ഇവിടെ ഇനി അടുത്ത് വലിയ ബിറ്റിട്ട്. ഗൈസ്, നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത്. കാരണം ഈ ഫോർക്ക് സെറ്റ് ചെയ്യുന്നിടത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പം നമുക്കൊരു ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തിന് സെക്കൻഡ് ലെയറാണ് ഒട്ടിക്കാൻ പോകുന്നത്. കുത്തിട്ട് ആക്കിയതിന് ശേഷം നമ്മളിതെടുത്തിട്ട് ഒട്ടിക്കാൻ കണക്കിന് വെച്ചെടുക്കുക. ഓക്കെ, സെറ്റായിട്ടുണ്ട് സാധനം. ഇപ്പോൾ ഡബിൾ റിംഗ് ആണ് വരുന്നത്, സിംഗിൾ റിംഗ് അല്ല, ഡബിൾ റിംഗ്. നമുക്കിത് ഒട്ടിക്കാം.
ഗൈസിൻ്റെ അകത്ത് 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചതിന് ശേഷം പുറത്ത് ബനിയൻ വേസ്റ്റ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം സാധാരണ MC-ലൊക്കെയാണ് വയ്ക്കാറ്. ഇപ്പം ഞാൻ ബനിയൻ വേസ്റ്റ് ഒട്ടിച്ച് ഇത് നല്ല ഹാർഡാക്കിയതിന് ശേഷം ഇതിൻ്റെ പുറത്ത് MC-ലിട്ട് ലെവലാക്കി. അപ്പോൾ ഗൈസ് ഇതാണ് USD ഫോർക്ക് PVC-യിൽ എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഇങ്ങനെ PVC വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഫിനിഷിംഗ് ആയിട്ട് ഇത് കെട്ടിയത്. അല്ലെങ്കിൽ മറ്റേ ഇത് കയറിയതുപോലെ ഇങ്ങനെ കുഴിഞ്ഞും താന്നൊക്കെ ഇരുന്നേനെ. ഇവിടെ ഡബിൾ ലെയറാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ കണ്ടാണല്ലോ, ഡബിൾ ലെയറാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെയും ഡബിൾ ലെയറാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ തട്ടുന്നുണ്ട് എനിക്ക്. ചില വണ്ടികളിൽ തട്ടുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഇവിടെ എനിക്ക് തട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ മേളത്തെ പീസ് വെച്ചിട്ടില്ല. മേളത്തെ പീസ് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൊരു കപ്ലിങ് വരും. കപ്ലിങ് വരുമ്പോൾ സെറ്റാവും. ഞാൻ പക്ഷേ അത് അപ്പുറത്തിട്ട് കാണിച്ചു തരാം. ഈ ഭാഗത്ത് നേരത്തെ ഇട്ടതിൻ്റെ സ്ക്രാച്ച് ഉണ്ട്, പോയിട്ട് കാണിച്ചു തരാം. പീസ് ഓക്കെ. ഇനി ഇത് സെൻട്രൽ വയ്ക്കണം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ USD സെറ്റാവും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും USD വർക്ക് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. പക്ഷേ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണോണ്ടാണ് ആ ഒരു പ്രശ്നം. ഞാൻ കട്ട് ചെയ്ത് മാറ്റാതെ ചെയ്യാൻ നോക്കി. പക്ഷേ കംഫോർട്ട് ഇതാണ് കുറച്ചുകൂടി കംഫോർട്ട്. അപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൊണ്ട് എന്നെ വിളിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.